ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന PSC UP സ്കൂൾ അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ മാത്സ് ചോദ്യങ്ങളാണ്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ബുക്ക്ലെറ്റ് നമ്പർ A ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. 46ാമത്തെ ചോദ്യത്തിൽ കടക്കാം. 2⁵ into 5⁴ വില എത്ര? ഇതിൻ്റെ ഉത്തരം ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 47. 4/20 പ്ലസ് 8/200 പ്ലസ് 32/2000 തുല്യമായ ദശാംശ സംഖ്യ ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 48ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് ചെയ്താൽ 10 ദിവസവും രാമു തനിച്ച് ചെയ്താൽ 15 ദിവസവും വേണം. രാമുവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം? ഇതിലെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 6 ദിവസം കൊണ്ട് ജോലി തീർക്കാം. അടുത്തത് 49ാമത്തെ ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി. 50ാമത്തെ ചോദ്യം. സംഖ്യാരേഖയിൽ 3/5 4/5 ഇടയിൽ വരാത്ത ഭിന്നകം ഏത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി. 51ാമത്തെ ചോദ്യം. രണ്ട് സംഖ്യകളുടെ LCF 16, അവയുടെ LCM 192. ഒരു സംഖ്യ 64 ആയാൽ രണ്ടാമത്തെ സംഖ്യ ഏത്? ഇതിൻ്റെ ഉത്തരം 48, ഓപ്ഷൻ എ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 52. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. 53ാമത്തെ ചോദ്യം. 1 + 2 + 3 + 50 1275 എങ്കിൽ 3 + 6 + 9 + 150 എത്രയാണ്? ഇതിൻ്റെ ഉത്തരം 3825, ഓപ്ഷൻ എ. 54ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിൻ്റെ ഉയരം എത്രയായിരിക്കണം? ഇതിൻ്റെ ഉത്തരം വരുന്നത് 4 മീറ്റർ ആണ്. ഓപ്ഷനിൽ 4 മീറ്റർ എന്ന് തന്നിട്ടില്ല. അതുകൊണ്ട് ഈ ചോദ്യം ക്യാൻസൽ ചെയ്യാൻ ആയിരിക്കും PSC തീരുമാനിക്കുക. നമുക്ക് നോക്കാം. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു ക്ലോക്കിലെ സമയം 8:30 ആണ്. അപ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആയിരിക്കും? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നമുക്ക് 56ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ എങ്കിൽ ചെറിയ സംഖ്യ ഏത്? ഓപ്ഷൻ എ ആണ് ഉത്തരം 2. 57ാമത്തെ ചോദ്യം. രണ്ട് സംഖ്യകളുടെ ശരാശരി 11.5 അവയുടെ വ്യത്യാസം 11.5 ആണെങ്കിൽ വലിയ സംഖ്യ ഹരിച്ച് ചെറിയ സംഖ്യ എത്ര? 57ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ് 3. 58ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി 13.
59ാമത്തെ ചോദ്യം, സീനയും മീനയും 2:3 എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 804 രൂപ കൂടുതൽ അതേ തുക 4:1 എന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടി എങ്കിൽ അവർ ഭാഗിച്ച തുകയെത്ര? 59ാമത്തെ ഉത്തരം ഓപ്ഷൻ എ ആണ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2000 രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ 15 രൂപയെങ്കിൽ പലിശ നിരക്ക് എത്ര? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി 9. താങ്ക് യു.